ഹായ് ഗായ്സ്, ഞാനിന്ന് സംസാരിക്കുന്ന ഡിപ്രഷനെ കുറിച്ചിട്ടാണ്. ഡിപ്രഷൻ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവാൻ കുറച്ച് സമയമെടുക്കും. അപ്പം അതിനെപ്പറ്റി ഒരു ബ്രീഫായിട്ടൊരു ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. എനിക്ക് 1.5 വർഷം മുന്നേ ഉറക്കത്തിൽ ഭയങ്കരമായിട്ട് തലതിരിക്കുക, കൈ തിരിക്കുക, ഒരു കോലം ഒന്നും തിരിയുന്നില്ല എന്നാ സംഭവം. ഞാൻ വിചാരിച്ച് തലതിരിക്കുന്നതുകൊണ്ട് മറ്റേ സൈഡ് പോകുന്നതാ, സ്ട്രോക്ക് വരുന്നതായിട്ടും വിചാരിച്ചു. അങ്ങനെ പേടിച്ചിട്ട് ഞാൻ പോയി കാണിച്ചപ്പോൾ ന്യൂറോളജി ഡോക്ടർ പറഞ്ഞു നീ MRI എടുക്കണം. അങ്ങനെ MRI എടുത്തപ്പോൾ എല്ലാം ഓക്കെയാണ്, നെക്ക് മുതൽ എല്ലാം ഓക്കെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വയറ്റിനുള്ള എന്തെല്ലോ അസ്വസ്ഥത വരുവാനും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അന്നേരം എനിക്ക് ന്യൂറോളജി ഡോക്ടർ ഒരു ഡിപ്രഷൻ ആങ്സൈറ്റി കുറക്കേണ്ട ഒരു ഗുളിക തന്നു. സൈക്കാട്രിസ്റ്റിനെ കാണുന്നതാണ്. എനിക്ക് വലിയൊരു ഇതൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ആ ഗുളിക എടുക്കുമ്പോൾ എനിക്ക് ഉറക്കും ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അങ്ങനെ ഒരു വർഷത്തോളം ഗുളിക എടുത്തു. പിന്നെ അത് കൂടി, നല്ല ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടുക, ഉറക്കം തീരെ കിട്ടുന്നില്ല. കണ്ണടക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നം വരിക, നമുക്ക് എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ. പിന്നെ പകൽക്കിനാവ് കാണാം, ഉറക്കത്തെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് സ്വപ്നം കാണാം. നമ്മൾ ഉറക്കം ഒരിക്കലും ഒരു നോർമൽ ഉറക്കമായിരിക്കില്ല. ഫുള്ള് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉറക്കത്തിൽ തന്നെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഫുള്ള് സ്വപ്നങ്ങളായിരിക്കും. അപ്പൊ അതൊരു കാരണമാണ് ആങ്സൈറ്റി. പിന്നെ നമ്മൾ എവിടെയൊക്കെ വീഴുന്ന പോലെ, കണ്ണിൽ നമുക്ക് മറ്റേ വെളിച്ചടിക്കുന്ന പോലെ തോന്നും കണ്ണടച്ചാൽ. അപ്പൊ ഈ പ്രശ്നങ്ങളും വരുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തോ എടുക്കും, എഴുന്നേറ്റ് നടക്കും. എന്നാ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ എന്തോ എടുത്ത് ജിമ്മിൽ പോയി ഓടുമ്പോൾ വില കുറച്ച് കുറയായിരുന്നു. പിന്നെ ഞാൻ ഇറങ്ങി നടക്കും, വീട്ടിൽ നിൽക്കാൻ പറ്റൂല. അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്കൊന്ന് റിലാക്സേഷൻ ആവും. അപ്പം നടത്താണെന്ന് മെയിൻ ഇതിന്റെ ആങ്സൈറ്റി റിമൂവ് ആകുന്നത്. പിന്നെ നമ്മൾ ജംഗിൾ വാക്ക്, പിന്നെ ഫ്രഷ് എയർ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, പിന്നെ യാത്രകൾ ചെയ്യുമ്പോൾ ആങ്സൈറ്റി കുറക്കാൻ പറ്റും. അതൊക്കെ ബിഗിനിങ് സ്റ്റേജിലാണ്. പിന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരും, വയറ്റിന് പ്രശ്നം, വേറെ പ്രശ്നം, പല പ്രശ്നങ്ങളായിട്ട് നമുക്കിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്താന്ന് മനസ്സിലാവില്ല. ആൾക്കാരോട് ചൂടാവും ആങ്സൈറ്റി ആയി കഴിഞ്ഞാൽ. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡോക്ടറെ കാണാം, എന്നിട്ട് മെഡിസിൻ എടുക്കുക. മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഒരു 6 മാസം കൊണ്ട് തീർക്കുക. അത് പീക്ക് ലെവലിലാണ് ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ തോന്നുന്നത്. അതായത് സുശാന്ത് രാജ്പൂത്തെല്ലാം ചെയ്തില്ലേ, അത് പീക്ക് ലെവൽ. അത് ബോഡിയോ ഫിറ്റോ അതൊന്നും അല്ല ആങ്സൈറ്റിക്ക്, എല്ലാവർക്കും ഉള്ള കാര്യമാണ്. പക്ഷെ ആരും പുറത്ത് പറയില്ല. എനിക്കിത് വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ ഞാനത് വീഡിയോ എടുത്ത് ഇതിനെപ്പറ്റി സംസാരിച്ച് യൂട്യൂബിൽ ഇടാന്ന് വിചാരിച്ചു. പക്ഷെ അന്നേരം എൻ്റെ ഫ്രണ്ട്സും ബ്രദേഴ്സിലും വന്നൊക്കെ ഭ്രാന്താന്ന് പറയും, നാട്ടുകാർ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. ഇപ്പൊ മല്ലു ട്രാവലർ ആങ്സൈറ്റി എന്ന് വന്നപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റി സംസാര വിഷയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആങ്സൈറ്റി ഉള്ളവർക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര ഇടങ്ങാറായിരിക്കും. അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ഒരു ഭയങ്കര ബ്രീത്ത് കിട്ടാത്തൊരു ഇത് സൈലന്റ് അറ്റാക്ക് എന്നൊക്കെ പറയും ഇതിന്. അപ്പോൾ അങ്ങനത്തെ ഇടങ്ങാറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് ഡോക്ടറെ കാണിക്കുക, മെഡിസിൻ എടുക്കുക. മനസ്സിന്റെ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം. മനസ്സ് ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് പ്രശ്നം. ഇത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സ്. ഞാൻ ഈ ഇസ്രായേൽ ഇറാനുള്ള യുദ്ധം ഇങ്ങനെ യൂട്യൂബിലും മറ്റേ ഇൻസ്റ്റയിൽ ഇങ്ങനെ അതിന്റെ ന്യൂസിൽ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുമ്പോഴാണ് എനിക്കിത് കൂടിയത്. ഫ്ലൈ ഇവിടെ മിസൈലും മുകളിൽ കൂടിയൊക്കെ പോയത്. അപ്പൊ അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മൾ വീഡിയോസ് കാണുന്നത് എല്ലാം അതുവരെ എല്ലാം കാണുന്ന ഞാൻ പിന്നെ എല്ലാം ഒഴിവാക്കി. എല്ലാം A to Z. നമുക്ക് സിമ്പതിയൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ കാണാൻ നിൽക്കരുത്. കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സന്തോഷം പോകും. A to Z എന്ത് നെഗറ്റീവ് ആണെന്ന്, ആക്സിഡന്റ് ആകുന്ന, മറ്റു ചില വീഡിയോസ്, ഒരാളെ അടിക്കുന്ന, അങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണാതിരിക്കുക. മാക്സിമം നമ്മൾ സന്തോഷം കൊടുക്കാൻ നോക്കുക, ഹാപ്പി ആവാൻ നോക്കുക, ചിരിക്കാൻ നോക്കുക. പിന്നെ ഈ ഭ്രാന്തന്മാരിൽ ഇറങ്ങി നടക്കുന്നതാണെന്നില്ല നിങ്ങൾ. ഇത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം. ഇറങ്ങി നടക്കുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടും. ഇല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം ഉറങ്ങാണ്ടുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ ആങ്സൈറ്റി വരുമ്പോൾ തന്നെ കാണിക്കുക. കുറെ കുട്ടികൾ ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറയാം. ഫോൺ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ അധികം കളിക്കുന്നില്ല, പുറത്ത് പോകുന്നില്ല, ഫുള്ള് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആങ്സൈറ്റി കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഡോപ്പമിനൊന്നും കൂടില്ല. അപ്പോൾ സെലാറ്റിൻ, അങ്ങനത്തെ കുറച്ച് ഹോർമോണുകളുടെ വേരിയേഷനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങുക, കളിക്കുക, ഫോണൊക്കെ മാറ്റി വെക്കുക. പിന്നെ നാട്ടിലുള്ളവർക്ക് ആങ്സൈറ്റി മേ ബി കുറവായിരിക്കും, കാരണം അവരെപ്പോഴും പിന്നെ അടിച്ചു പൊളിച്ച് ഓരോ ഫംഗ്ഷൻ, കല്യാണം, കളി, അത് ഇതെല്ലാം. ഇവിടെ ഗൾഫിലുള്ളവർക്ക് എല്ലാവരും കൂടുതൽ നാട്ടുകാരെ കുറിച്ച്, മക്കളെ കുറിച്ച്, ഭാര്യമാരെ കുറിച്ച് എല്ലാം ചിന്തിക്കുക ഗൾഫിലുള്ള ആൾക്കാരായിരിക്കും. നാട്ടുകാർക്ക് അങ്ങനെ ചിന്തകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം നമ്മൾ പുറത്തിറങ്ങുക, ഫോണൊന്നും ഒഴിവാക്കിയിട്ട് ഫുള്ള് കാറ്റ് കൊള്ളുക, പ്രകൃതിയോട് ഇണങ്ങുക, മറ്റേ പച്ചപ്പുള്ളടുത്ത് പോയിരിക്കുക. അതൊക്കെയാണ് സംഭവം മെയിൻ. പിന്നെ ഈ ഭ്രാന്തന്മാർ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഇതെന്തിനാ ഇവരിങ്ങനെ നടക്കുന്നത്. പക്ഷെ അവർക്ക് അന്നേരമാണ് റിലാക്സേഷൻ. ഈ പേ പിടിച്ച പട്ടിയല്ലോ വന്ന് കടിക്കുന്നില്ലേ, അത് ഭ്രാന്ത് എന്ന് പറയുന്നത്. അവർക്ക് ഫുഡൊന്നും കിട്ടാണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നുമില്ല. അവർക്ക് ആങ്സൈറ്റി കൂടുന്നുണ്ടാവും. അപ്പം ആ കാണുന്ന എന്താണെന്ന് തിരിയുന്നുണ്ടാവില്ല, പോയി കടിക്കുന്നുണ്ടാവും. കടിക്കുമ്പോഴായിരിക്കും അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണെന്നാണ് എനിക്കിത് വന്നപ്പോൾ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ ഒരു പീക്ക് ലെവലായി കഴിഞ്ഞാലാണ് ഈ ആത്മഹത്യ ചെയ്യണം എന്ന് തോന്നുക. നിങ്ങളെന്താ എടുക്കുക, ഇത് ഇങ്ങനത്തെ പല അസുഖങ്ങൾക്കും ഡോക്ടർമാർ, ഒരു 10-15 ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഈ തല തിരിക്കുന്നത്, കൈ തിരിക്കുന്നത്. പിന്നെ അതിനോട് ഓർത്തോനെ കാണിച്ചു കഴുത്തിന്റെ എക്സ്റേ എടുക്കണം തന്നെ, കഴുത്തിന്റെ ഞരമ്പിന്റെ പ്രശ്നമാണെന്ന് പറയും. അപ്പോ വേറെ ന്യൂറോളജി പറയും ഇതിന്റെ പ്രശ്നമാണ്. അങ്ങനെ എല്ലാവർക്കും കാണിച്ച് ആർക്കും ഇത് മനസ്സിലാകുന്നില്ല എന്നാ സംഭവം. ഞാൻ ChatGPT ചോദിച്ചാൽ സംഭവം മനസ്സിലായപ്പോൾ ഞാൻ നേരെ പോയിട്ട് ഡോക്ടറെ കാണിച്ചു.
അപ്പോൾ കാണിക്കുന്നതിനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതിനോ ഒരു പ്രശ്നമില്ല. ഏകദേശം എല്ലാവർക്കും ഈ ഡിപ്രഷൻ ഉണ്ട്. ഏകദേശം ഞാനിത് പറഞ്ഞപ്പോൾ ഏകദേശം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഉള്ളവർ പോയിട്ട് ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുക, എന്നിട്ട് റിമൂവ് ചെയ്യുക, പിന്നെ എക്സസൈസ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മസ്റ്റ് ചെയ്യേണ്ടത്, പിന്നെ എകരങ്ങളിലൊന്നും താഴെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇതായിരിക്കും, അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഫ്ലൈറ്റ് യാത്രയിൽ ചെയ്യുന്നുണ്ട് എന്തായാലും മെഡിസിൻ എടുക്കണം, ഇല്ലെങ്കിൽ സൈലന്റ് അറ്റാക്ക് വരും, പ്രശ്നമാവും. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ എനിക്ക് ഭ്രാന്താണെന്ന് എന്തായാലും വരണ്ട. ഇത് സംഭവം ഉള്ള കാര്യങ്ങൾ ഞാൻ നാട്ടുകാർക്ക് ഇപ്പോൾ മല്ലു ട്രാവൽ വന്നപ്പോൾ ഒരു ചർച്ചാ വിഷയമായപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന സംഭവമാണിത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ചോദിച്ചറിയുക, സപ്പോർട്ട് കൊടുക്കുക. ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സപ്പോർട്ടാണ് ഈ സമയത്ത് നമ്മൾ. അപ്പോൾ മാക്സിമം അങ്ങനെ ആരും പറയുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇവിടെ, അവൻ്റെ പേര് മുഹമ്മദ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഡിവോഴ്സും കാര്യമെല്ലാം ഇപ്പോൾ വൈഫായിട്ട് എന്തൊക്കെ പ്രശ്നമുള്ളവരപ്പോൾ ആങ്സൈറ്റി ഒക്കെ വന്നു, ഇവിടുന്ന് ഒരാളെ പിടിച്ചടിച്ചു, അങ്ങനെ പ്രശ്നങ്ങളായി. അതിനുശേഷം എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അപ്പോൾ ഞമ്മളും ഒരു മാനസിക എന്ന് പറയലുണ്ടായിരുന്നു. പക്ഷേ ഇത് ഡിപ്രഷൻ കാരണമാണ് അവനിങ്ങനെയാണെന്ന് നമുക്കൊന്നും മനസ്സിലായി. ഇതിപ്പോൾ എനിക്ക് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അവരെ കേട്ട് കൊടുക്കുക. കേൾക്കുമ്പോൾ അവർക്കൊരു സമാധാനം, ഒരു കാര്യം വിളിച്ച് പറയും, അല്ലെങ്കിൽ ഒന്ന് ട്രാവൽ ചെയ്യുക. ഞാനൊക്കെ ആണെങ്കിൽ എനിക്ക് ആങ്സൈറ്റി വന്ന കാർ എടുത്ത് കറങ്ങും, അല്ലെങ്കിൽ നടക്കും. പിന്നെ എനിക്ക് കുറച്ച് ദിവസം ഈ പീക്ക് ലെവൽ വന്നിട്ട് 2 ദിവസം ഉറങ്ങാണ്ടുണ്ടായ പ്രശ്നത്തിൻ്റെ സമയത്ത് മാത്രം. പക്ഷേ ഞാൻ നാട്ടിൽ പോയിട്ട് നല്ലൊരു ഡോക്ടറെ കാണിച്ചു. പിന്നെ ഡോക്ടർ ദയാൽ എന്ന് പറയും, മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്, പ്രൈവറ്റ്. അപ്പോൾ അയാൾക്ക് കാണിച്ചപ്പോൾ അയാൾ നല്ല ഡോക്ടറാണ്. അപ്പോൾ അയാൾ അന്നേരം ഇവിടുന്ന് അതൊക്കെ അങ്ങ് പോയിക്ക് അങ്ങനെ. അപ്പോൾ അവനും പിന്നെ ഓക്കെ ആയി. അപ്പോൾ ഇത് മാനസികം എന്ന് പറയുന്നത് സംഭവം ഈ ഡിപ്രഷനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. കുട്ടികളിൽ നിന്നും പറയുന്നുണ്ട് കേട്ടിരുന്ന് കൊടുക്കുക. രാത്രി ഉറക്കം കിട്ടാതാണ് മെയിൻ. ഇപ്പോൾ ഇറങ്ങി നടക്കും, അല്ലെങ്കിൽ യാത്ര ചെയ്യണം തോന്നും. ഇതൊക്കെയാണ് ഡിപ്രഷനുള്ള മെയിൻ സംഭവം. അപ്പം ഗുളിക എടുക്കണം, സൈഡ് എഫക്ട്സ് ഉണ്ടാവും എന്നൊക്കെ പറയും. പക്ഷേ ഗുളിക എടുത്താലേ സംഭവം മാറുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രഷൻ കൂടിക്കഴിഞ്ഞാൽ ആത്മഹത്യയാണെന്ന് തോന്നും. അപ്പോൾ അതൊക്കെ ഒരു സ്റ്റേജ് എത്തും. ഇപ്പോൾ കുട്ടികളെയൊന്നും വെറുതെ അനാവശ്യമായിട്ട് ഉപദേശിക്കാൻ, അധികം ടെൻഷൻ കൊടുക്കാനൊന്നും പാടില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ പലർക്കും നല്ലത്. ഡിപ്രഷന് നമുക്ക് പല അസുഖങ്ങളുടെ മെയിൻ റീസൺ നമുക്ക് മനസ്സിലാവില്ല. പല അസുഖങ്ങൾക്കും നമ്മൾ പല ഡോക്ടർമാർ കാണുമായിരിക്കും, പക്ഷേ ഒന്നുകൊണ്ടും കാര്യമില്ല, ഇത് ആങ്സൈറ്റി ആയിരിക്കും. അപ്പോൾ ആങ്സൈറ്റിന് ടാബ്ലറ്റ് എടുക്കും, ആദ്യം സൈക്കാട്രിസ്റ്റിനെ കാണും. അതാണ് ഒറ്റ ഓപ്ഷൻ. അത് നിങ്ങൾ സൈലന്റ് ആയിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ശരീരത്തിനുള്ള അസുഖത്തിനെക്കാട്ടും വലുതാണ് മനസ്സിൻ്റെ അസുഖം. അപ്പം അത് ശരിയാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഇല്ലാതെ നമ്മൾ ഒരു മൂകനായി ജീവിക്കേണ്ടി വരും. ഈ ഭ്രാന്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ഹൈ ലെവലാണ്. പിന്നെ മനസ്സിൻ്റെ തീരെ കൺട്രോൾ കിട്ടാണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ പറഞ്ഞ പോലെ ഓക്കെ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ മാനസിക എന്ന് പറഞ്ഞാൽ കളിയാക്കൊന്നും നിൽക്കണ്ട. ആ ഫ്രണ്ടിനെ കാണുമ്പോൾ എനിക്കിപ്പോൾ സഹതാപം തോന്നില്ല. ഞാനും പറയലുണ്ടായിരുന്നു, എല്ലാവരും പറയുന്നിട്ട്. പക്ഷേ അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇത് വന്നു കഴിഞ്ഞാലാണ് അതിൻ്റെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാവും. എനിക്ക് വന്നപ്പോഴാണ് മനസ്സിലായത്. ഓരോ അസുഖങ്ങളും നമുക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഡിഫിക്കൽട്ടീസ് മനസ്സിലാവുക. സോ ഇത് സീരിയസ് ആയ മാറ്ററാണ്. സുശാന്ത് രാജ്പൂട്ട് ആത്മഹത്യ ചെയ്തതാണ്. ഫുൾ 6 പാക്ക് ഫിറ്റ് സിനിമ നടൻ, പൈസക്ക് പൈസ എല്ലാം ഇട്ട്. പക്ഷേ മനസ്സിന് സന്തോഷമില്ല, എല്ലാം പോയി. ഓക്കെ. ഇതൊക്കെ ഈ പ്രണയം ഇതൊക്കെ ഒഴിവാക്കുക. പ്രണയത്തിലാവുമ്പോഴാണ് നമ്മൾ ടെൻഷൻ അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. കുട്ടികളോടെല്ലാം പറയാം ഡിപ്രഷൻ, ആങ്സൈറ്റി അങ്ങനെയൊക്കെ ഉണ്ട്. അവരെ സപ്പോർട്ട് ചെയ്ത് കേട്ടിരുന്നിട്ട് അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, നമുക്ക് മെയിൻ യൂറിൻ പാസ് ചെയ്യാൻ തോന്നും ഉറക്കത്തിൽ ഒരു 10-15 പ്രാവശ്യമൊക്കെ. നമ്മൾ വിചാരിക്കും ഷുഗർ വരുന്നതാണെന്നൊക്കെ. ഇതൊക്കെ ആങ്സൈറ്റിൻ്റെ ഭാഗം, നോട്ട് ദ പോയിന്റാണ്. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഫുഡ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ്, ആങ്സൈറ്റി കൂടുമ്പോൾ ബെറീസ്, ഇതൊക്കെ അങ്ങനെ മെയിൻ. പിന്നെ കോള, കോഫി, പിന്നെ അങ്ങനെ പല സംഭവങ്ങളും ആങ്സൈറ്റി കൂട്ടുന്നതാണ്. ചായ കുടിക്കാൻ പാടില്ല, കോള കുടിക്കാൻ പാടില്ല, അങ്ങനെ ഏകദേശം എല്ലാ ഫുഡും ആങ്സൈറ്റി കൂട്ടുന്നതാണ്. അപ്പോൾ മാക്സിമം നല്ല അടിപൊളി സലാഡൊക്കെ കഴിച്ച് പോവാം. ആങ്സൈറ്റി നാട്ടിൽ നിന്ന് കാണിച്ചിട്ട് നാട്ടിലെ ഗുളിക നാട്ടിൽ നിന്ന് കുടിക്കുക. അത് ചില ഗുളികകൾ അഡിക്ഷൻ ആകുന്നുണ്ട്. അത് 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ചയെല്ലാം തരും, പിന്നെ മാറ്റിത്തരും. ആ ഗുളിക എടുത്തിട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്, മറ്റേ ഇൻവോയ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൊണ്ടുവരണ്ട. ഞാൻ ഇവിടുന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ ചോദിച്ചിരുന്നു, കൊണ്ടുവരാൻ പാടില്ല, ഇതൊന്നും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പിടിക്കും. അപ്പം ചില മരുന്ന് ഇവിടെ നിരോധിച്ചതാണ് ഗൾഫ് രാജ്യങ്ങളിൽ. അപ്പം അത് അവിടുന്ന് ഇതുണ്ടെന്നും പറഞ്ഞിട്ട് കൊണ്ടുവരാൻ നിൽക്കണ്ട. ChatGPT-നോട് ചോദിച്ചപ്പോൾ പറയുന്നത് 1 മാസത്തെ മരുന്ന് കൊണ്ടുവരാൻ നിൽക്കുക. പക്ഷെ അതിനൊന്നും നിൽക്കരുത്. നിങ്ങൾ നാട്ടിലുള്ള മെഡിസിൻ അവിടെ ഇട്ടിട്ട് തിരിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് കുടിക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ അത് പണിയാവും. ഓക്കെ. അത് ഇവിടെ ഡ്രഗ്സ് പെട്ട മെഡിസിൻ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്യും ഗൾഫ് രാജ്യങ്ങളിലെല്ലാം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. അപ്പം ഞാനിത് ഇവിടുത്തെ ഡോക്ടറോട് ചോദിച്ച് ക്ലിയർ ചെയ്ത കാര്യമാണ് കേട്ടോ.